2025 ഡിസംബർ 28 മുതൽക്ക് 2026 ജനുവരി 3 വരെ ഉള്ള 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറ് ടാറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. കാർത്തിക മുക്കാല്, രോഹിണി, മകരത്തിൻ്റെ അരഭാഗം, ആദ്യത്തെ 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. നമ്മുടെ പൊതുവായിട്ട് ഇവരുടെ ഒരു ജീവിച്ചു വന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ചില വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അഷ്ടമത്തിലേക്കാണ് ഇവരുടെ ചതുർഗ്രഹ യോഗം വരുന്നത്. ധനുവിൽ സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും വരുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. ധനപരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില വരുമാനങ്ങൾ, അപ്രതീക്ഷിത വരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് കിട്ടേണ്ടവർക്ക്, ഇൻഷുറൻസ് തുക കിട്ടേണ്ടവർക്ക് ഇതൊക്കെ അനുകൂലമായിട്ട് വരും. നികുതി സംബന്ധമായിട്ടുള്ള ചില പഴയ പ്രശ്നങ്ങൾ, ഇൻകം ടാക്സോ മറ്റ് സെയിൽ ടാക്സ് മുതലായിട്ടുള്ള കാര്യങ്ങളിലും മറ്റുമൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്.